നമസ്കാരം. നമസ്തേ. ആധുനിക യുദ്ധത്തിൽ ഡ്രോണിൻ്റെ ആവശ്യം വളരെ വലുതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ അതേപോലെ ഇറാൻ യുദ്ധത്തിലൊക്കെ ഇറാൻ ഉപയോഗിച്ച ആയുധങ്ങൾ. എന്നിരുന്നാൽ പോലും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പം നിലവിൽ മുമ്പോട്ട് പോകുന്നത്. അപ്പം അതിനിടയിൽ ഫ്ലൈയിങ് വെഡ്ജ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഡ്രോൺ സംവിധാനത്തിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പുറകിലാണ്. ഇപ്പം ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾ സ്വന്തമായിട്ടൊരു ഡ്രോൺ രൂപീകരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കാലഭൈരവ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ. അപ്പം ഈ ഡ്രോൺ മറ്റ് രാജ്യങ്ങളുടെ ഡ്രോണിൽ നിന്നും എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇന്ത്യ ദൗർഭാഗ്യവശാൽ ഡ്രോണുകളുടെ കാര്യത്തിൽ പിറകിലാണെന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. യഥാർത്ഥത്തിൽ വളരെ മുമ്പ് 2000 തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഡ്രോണുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇവിടെ നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു, സൈന്യത്തിൽ പോലും ഉണ്ടായിരുന്നു ആ ചിന്ത. അതായത് ഇന്ത്യ ഒരു ജോഗ്രഫിക്കലി ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അതായത് പാകിസ്ഥാൻ, ചൈന, അവർക്ക് രണ്ടുപേർക്കും ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളുണ്ട്. അതായത് സർഫസ് ടു എയർ മിസൈലുകളുണ്ട്. അപ്പോൾ ഈ വളരെ പതുക്കെയാണ് ഡ്രോണുകൾ നീങ്ങുന്നത്. ഡ്രോണുകളൊക്കെ ഒരു പരമാവധി മിക്ക ഡ്രോണുകളും മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ താഴെയാണ്. അപ്പോൾ ഇതൊക്കെ ദേ ആർ ഗോയിങ് ടു ബി സിറ്റിംഗ് ഡക്സ് ബിഫോർ ദിസ് സർഫസ് ടു എയർ മിസൈൽസ് എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ഭരിച്ചിരുന്നത്. അപ്പം ഒരു യുദ്ധവിമാനം, സൂപ്പർസോണിക് യുദ്ധവിമാനം പോലും ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലെ ഡ്രോണുകൾക്ക് വലിയ കാര്യമില്ല. അഫ്ഗാനിസ്ഥാനി അമേരിക്ക അന്നും ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് താലിബാന് നേരെയാണ്, ഒരു രാജ്യത്തിന് നേരെയല്ല. തീവ്രവാദി സംഘടനകൾക്ക് നേരെ അല്ലെങ്കിൽ ആഫ്രിക്കയിലൊക്കെയുള്ള വിഘടിത ഗ്രൂപ്പുകൾക്ക് നേരെ അതൊക്കെയാണ്. അവിടെ ഹെലികോപ്റ്ററും ഡ്രോണും ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയുധങ്ങളാണ്. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഇത് ഗുണമില്ല എന്നുള്ളൊരു ചിന്താഗതി കാരണം ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല. പക്ഷെ പിന്നീട് ലോകം ഞെട്ടിപ്പോയത് അസർബൈജാൻ അർമീനിയ യുദ്ധം നടന്നപ്പോൾ അസർബൈജാന്റെ ഈ ടർക്കിഷ് നിർമ്മിത ബൈറക്ടർ TB2 എന്ന് പറയുന്ന ഡ്രോണുകൾ വലിയ വിജയമായിരുന്നു. ഈ അർമീനിയയുടെ ടാങ്കുകളൊക്കെ ഈ ഡ്രോണുകൾ വന്നിട്ട് നശിപ്പിച്ചു. ഒരു 200ഓളം ടാങ്കുകൾ നശിപ്പിക്കാൻ പറ്റി അസർബൈജാൻ. യഥാർത്ഥത്തിൽ അർമീനിയക്ക് പരമ്പരാഗത ആയുധങ്ങളുടെ കാര്യത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്ന രാജ്യമാണ്. പക്ഷെ അർമീനിയയുടെ കുറെ സ്ഥലം അസർബൈജാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഞെട്ടിപ്പോയി അർമീനിയ. അന്നാണ് ലോകം ഈ ഡ്രോണുകളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. നൊഗാർണോ കറാബാക്ക് യുദ്ധം എന്നാണ് ആ യുദ്ധത്തിന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഇറാൻ, ടർക്കി എന്നീ 2 രാജ്യങ്ങൾ, അവരാണ് ഈ രണ്ടാം നിരയിലുള്ള ഏറ്റവും വലിയ ഡ്രോൺ ഉത്പാദകർ. ലോകത്തിൽ ഓഫ് കോഴ്സ് അമേരിക്ക തന്നെയാണ് ഡ്രോണുകളുടെ കാര്യം. പ്രഡേറ്റർ, MQ-9B, റീപ്പർ ഡ്രോണുകൾ, അങ്ങനെ നിരവധി ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണുകൾ അവരുടെ. ചൈന പിന്നീട് ഈ മേഖലയിൽ വലിയ കുതിപ്പ് നടത്തി. റഷ്യയും സ്വന്തമായിട്ട് ഒരുപാട് ഈ പറയുന്ന കാറ്റഗറിയിൽ ഉള്ള ഡ്രോണുകൾ ഉണ്ടാക്കി. ഇപ്പൊ ഡ്രോണുകളെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഞാനൊരു 3 തരത്തിലുള്ള ഡ്രോൺ പറയാം. അതായത് ഈ പറയുന്ന വളരെ ഉയരത്തിൽ പറന്നുണ്ട് അതിൽ നിന്നും ബോംബും മിസൈലും വിമാനം പോലെ വർഷിക്കുന്ന ഡ്രോണുകൾ. അതിന് ഒന്ന് മെയിൽ ഡ്രോൺ എന്ന് പറയും, മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്. രണ്ടാമത്തേത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്. ഇനി വേറൊരു കാറ്റഗറിയിലുള്ള ഡ്രോൺ എന്ന് പറയുന്നത് സ്വയം പോയി ഇടിച്ചു തകർന്ന് അതിൽ സ്ഫോടക വസ്തു അല്ലെങ്കിൽ ബോംബുകൾ ഉണ്ടാവും. ആ ഡ്രോൺ ടാർഗറ്റിൽ പോയി ഇടിച്ചു കയറുന്ന ടാർഗറ്റിനെ നശിപ്പിക്കുന്നു. അതിന് സൂയിസൈഡ് ഡ്രോൺ അല്ലെങ്കിൽ കാമിക്കാസി ഡ്രോൺ എന്ന് പറയും. അത് ഇന്ത്യ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ അക്കാര്യത്തിൽ മുന്നേറിയിട്ടുണ്ട്. പിന്നുള്ളത് സ്വാം ഡ്രോണുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഡ്രോണുകൾ, ഒരു 50-100 എണ്ണം ഒരുമിച്ച് വന്നിട്ട് ഒരു വസ്തുവിനെ, ഒരു ടാർഗറ്റിനെ നശിപ്പിക്കുക. അതും ഇന്ത്യ ആ മേഖലയിലും വളരെ മുന്നേറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കുറച്ചുകൂടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉള്ളതാണ് ഈ ഹെയിൽ എന്ന് പറയുന്ന ഡ്രോൺ. മെയിൽ ഡ്രോൺ എന്ന് പറയുന്നത് ഒരു 25,000 തൊട്ട് 30,000 അടി ഉയരം വരെ പറക്കുന്ന, ഏതാണ്ട് 24 മണിക്കൂർ തൊട്ട് 30 മണിക്കൂർ വരെ ഒരിക്കൽ ഫ്യൂവൽ നിറച്ച് പോയി കഴിഞ്ഞാൽ അത്രയും മണിക്കൂർ അന്തരീക്ഷത്തിൽ പറക്കാൻ ശേഷിയുള്ള തുടർച്ചയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രോണുകളാണ് മെയിൽ ഡ്രോൺ. ഹെയിൽ ഡ്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 40,000 അടിയോളം ഉയരത്തിൽ പറക്കുകയും 2 ദിവസത്തോളം തുടർച്ചയായിട്ട് ആകാശത്തിൽ നിൽക്കാൻ പറ്റുകയും ചെയ്യുന്നു ഒരിക്കൽ ഫ്യൂവൽ ചെയ്തു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഡ്രോണുകളാണ്.
ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ജെറ്റ് എഞ്ചിന്റെ ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിന്റെ മിനിയേച്ചറൈസ്ഡ് രൂപങ്ങളാണ്. ഈ ടർബോ ഫാൻ, ടർബോ ജെറ്റ് എന്ന് പറയുന്ന 2 കാറ്റഗറിയിലുള്ള എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പൊതുവെ ചിത്രം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഒരു സ്വകാര്യ കമ്പനി വലിയ ഇന്ത്യയുടെ പിന്നെ DRDO ഈ രംഗത്ത് പല പരീക്ഷണങ്ങൾ നടത്തിയത് 2 ഡ്രോണുകൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കി. അതൊന്ന് തപസ് TAPS ടാപ്സ്. അത് പിന്നെ ആ ഡ്രോണും വിജയകരമായില്ല, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചില്ല. രണ്ടാമത്തേത് വലിയ മുന്നേറ്റം നടത്തിയെന്നാണ് വാർത്തകൾ കാണുന്നത്. പക്ഷെ അത് ഡെഡ് ലൈനിലൊന്നും അത് ഇറങ്ങിയിട്ടില്ല. ആർച്ചർ NG എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ആദ്യ പരീക്ഷണങ്ങളൊക്കെ വിജയമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് പല സ്വകാര്യ കമ്പനികളും ഈ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. ഇപ്പം അതിലൊന്നാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൈയിങ് വെഡ്ജ് എന്ന ഒരു കമ്പനി. അവര് കാൽഭൈരവ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ടാക്കി. ആ ഡ്രോണ് ഒരു 20,000 അടിക്ക് മുകളിൽ പറക്കാൻ കഴിയുന്ന 30 മണിക്കൂർ തുടർച്ചയായിട്ട് പിന്നെ അന്തരീക്ഷത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു ഡ്രോണാണ്. ഇതൊരു വലിയ നേട്ടം. പിന്നെ ഏതാണ് ഇപ്പം നമുക്ക് പ്രഡേറ്റർ ഡ്രോണുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇത് നിശ്ചയമായിട്ടും ഒരു സ്വകാര്യ കമ്പനിക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ജെറ്റ് എഞ്ചിൻ, ടർബോഫാൻ എഞ്ചിൻ ഉപയോഗിച്ച് അതിന്റെ സെൻസറുകളും ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും ഒക്കെ പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഈ എഞ്ചിൻ ഉൾപ്പെടെ ആ കമ്പനി തന്നെ വികസിപ്പിച്ചതാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ സാധാരണ പല ഡ്രോൺ കമ്പനികളും ഈവൻ ടർക്കിഷ് കമ്പനികൾ പോലും പുറത്തുനിന്നാണ് എഞ്ചിൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബൈറക്ടറിൽ ഉപയോഗിക്കുന്നത് NBO സാറ്റേൺ എന്ന് പറയുന്ന റഷ്യൻ കമ്പനിയുടെ ഡ്രോണുകളാണ്, അല്ല എഞ്ചിനാണ്. അതുപോലെ ഈ പിന്നെ ബൈറക്ടർ കമ്പനിയുടെ തന്നെ ഹെയിൽ ഡ്രോൺ ഉണ്ട്, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ ഉണ്ട്. അക്കിൻസി എന്നൊക്കെ പറയുന്ന ഡ്രോണുകളാണ്. അതിന്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഈ 2 രീതിയിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോണുകൾ അതിന്റെ എഞ്ചിനും തുർക്കി തന്നെ വികസിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഫ്ലൈയിങ് വെഡ്ജ് അവരുടെ കാലഭൈരവ് ഡ്രോണിന്റെ എഞ്ചിന് അവർ തന്നെ വികസിപ്പിച്ചതാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണെന്ന് ഞാൻ വിലയിരുത്തും. കാരണം ഈ എഞ്ചിനുകൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്താൽ സ്വാഭാവികമായിട്ടും ഒരു ഡ്രോണിന്റെയോ വിമാനത്തിന്റെയോ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിന് മേൽ നമുക്ക് നിയന്ത്രണമില്ല. ഇന്ത്യയുടെ ഇപ്പോൾ നമ്മുടെ യുദ്ധവിമാനത്തിന്റെ തേജസ് MK1A ആ ഒരു പ്രോഗ്രാം ഇത്രയും ഡേ ആയതിന്റെ ഒരു കാരണം അമേരിക്കയുടെ F404Gയുടെ F404 എഞ്ചിൻ സപ്ലൈയിൽ വന്ന കാലതാമസം. അതാണ് 2023 തരാമെന്ന് പറഞ്ഞിട്ട് 25-ലാണ് അവർ തരുന്നത്. അത് ഒരു ഭാഗത്ത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ ഫ്ലൈയിങ് വെഡ്ജ് ഡ്രോണ് ഇതിനോടകം തന്നെ 2 രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു മേന്മയായിട്ട് ഞാൻ കാണും. ഇന്ത്യൻ സൈന്യം ഇതുവരെ ഇത് വാങ്ങിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ സൈന്യം വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ വാങ്ങിച്ച രാജ്യങ്ങളുടെ പേര് അവർ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഡീലിലെ രഹസ്യമായിരിക്കാം. എങ്കിലും ഒരു രാജ്യം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യം ആണ്, ഒരു രാജ്യം ആഫ്രിക്കൻ രാജ്യമാണെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ വാങ്ങിച്ചത് മൊറോക്കോ ആണെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അവർ സപ്ലൈ ചെയ്യാൻ പോകുന്നത് തായ്ലൻഡിനാണെന്നുമാണ്. തായ്ലൻഡ് അമേരിക്കയുടെ F-16 വരെ വാങ്ങിച്ചുള്ള രാജ്യമാണ്. അപ്പോൾ തായ്ലൻഡ് ഒരു ആയുധം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ആ ആയുധത്തിന് പ്രസക്തി ഉണ്ടെന്നാണ്. ഏറ്റവും ഒടുവിൽ ഈ ഫ്ലൈയിങ് വെഡ്ജ് അവരുടെ നിർമ്മാണ കേന്ദ്രം യൂറോപ്പിൽ ആരംഭിക്കുകയാണ്, പോർച്ചുഗലിൽ. അത് ഈ ബോയിങ്ങിനോ പിന്നെ ബോയിങ്ങിനൊക്കെ തന്നെ സിമുലേറ്ററുകളെ സപ്ലൈ ചെയ്യുന്ന നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കമ്പനികളിൽ ഒന്നുമായിട്ട് ചേർന്നിട്ടാണ് അവര് യൂറോപ്പിൽ ഈ കാലഭൈരവിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് മറ്റ് ഡ്രോണുകളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും എന്നൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ എന്ന് പറയുന്നത് തുർക്കിയുടെ ബൈറക്ടർ TB2 എന്ന ഡ്രോണാണ്. അത് പിന്നെ പല യുദ്ധങ്ങളിലും വളരെ വിജയകരമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് അത്ര വിജയകരമല്ലായിരുന്നു.
അത് രണ്ട് യുദ്ധങ്ങളിലാണ്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തില്, അതുപോലെ തന്നെ ഇപ്പം ഇസ്രായേൽ അത് ഉപയോഗിക്കുന്നില്ല, അല്ല ഇറാൻ ഉപയോഗിക്കുന്നില്ല. 2025 ജൂണിൽ ഇസ്രായേലിന് നേരെ ഈ ബൈറക്ടർ ഡ്രോൺ പ്രയോഗിച്ചു. പക്ഷെ ബൈറക്ടർ ഡ്രോണ് അന്ന് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കൈവശവും ബൈറക്ടർ TB2 ഡ്രോണുകളുണ്ട്. ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവരത് പ്രയോഗിച്ചിരുന്നു. പക്ഷെ ആ ഒരു ഡ്രോൺ പോലും സക്സസ്ഫുൾ ആയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ. അതിൽ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഈ ലെയേർഡ് ഡിഫൻസ് എന്ന് പറയുന്ന തട്ടുകളായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കില്ല. കുറച്ചുകൂടി ഈ സിംഗിൾ ലെയർ ആയിട്ടുള്ള പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. ഇപ്പൊ ഇന്ത്യയും അതുപോലെ ഇസ്രായേലും ഒക്കെ സ്വീകരിക്കുന്നത് ആദ്യം ഈ ലോങ് റേഞ്ച് മിസൈൽ ഡിഫൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ S-400 അതൊരു 500 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ പിന്നെ ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ ആകട്ടെ, ഡ്രോണുകളെ ആകട്ടെ, മിസൈലുകളെ ആകട്ടെ ഒക്കെ തകർക്കുന്നു. അത് കഴിഞ്ഞ് വന്നാൽ ബറാക്ക് 8, അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നാൽ ആകാശ് മിസൈൽ ഡിഫൻസ്. ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ്. ആകാശ് ഡിഫൻസ് മിസൈൽ ഡിഫൻസിനെയും വെട്ടിച്ച് വരുന്നവരെ നേരിടാൻ 30 കിലോമീറ്ററിന് താഴെ വെച്ച് ഒരു ശത്രു മിസൈലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ അതല്ലെങ്കിൽ ഡ്രോണോ തകർക്കാനായിട്ട് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള പിന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കും. അപ്പൊ ഈ തട്ടുകളായിട്ടുള്ള ഒരു മിസൈൽ, ലെയേർഡ് മിസൈൽ ഡിഫൻസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പെനിട്രേറ്റ് ചെയ്യാൻ. പക്ഷെ അത് വലിയ ചെലവേറിയ സിസ്റ്റമാണ്. ഇതിൻ്റെയൊക്കെ കോർഡിനേഷൻ അതിന് വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും ഓരോ തവണയും ഇടപെട്ടിട്ട് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത്, ആന്റി ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇത്തരം മിസൈലുകൾ ഉള്ളിടത്ത് TB2 പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിലയിരുത്തൽ. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ TB2 ഇപ്പോഴും പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയിൽ TB2ന്റെ ഒരു ബൈറക്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് 350 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ പറ്റും. നേരെ മറിച്ച് കാൽഭൈരവിന്റെ ഒരു പരിമിതി അതിന് കേവലം 150 കിലോഗ്രാം ആയുധങ്ങളാണ്. പക്ഷേ കൂടുതൽ ആയുധം, ഹെവിയർ വെർഷൻ ഈ പിന്നെ കമ്പനി ഫ്ലൈയിങ് വെഡ്ജ് തയ്യാറാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഏതാണ്ട് ഈ പറയുന്ന 300 കിലോഗ്രാമിന്റെ അടുത്തേക്ക് എത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതാണ് ആ ഒരു ഘടകം പരിശോധിക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അവിടെ ബൈറക്ടർ TB2 സ്കോർ ചെയ്യും. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഈ കാലഭൈരവിന്റെ ഡ്രോണുകളുടെ പിന്നെ അന്തരീക്ഷത്തിൽ പറക്കാനുള്ള പരിധി 30 മണിക്കൂറാണ്. ഇവിടെ 5 മണിക്കൂർ കൂടുതലാണ് ബൈറക്ടർ TB2 ആയിട്ട്. ബൈറക്ടർ 25-26 മണിക്കൂറാണ് അതിന്റെ എൻഡുറൻസ്. അവിടെ ഈ കാൽഭൈരവ് മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ്. അതുപോലെ കാൽഭൈരവിന് സ്പീഡ് കൂടുതലാണ്. അത് 3000 കിലോമീറ്റർ വരെ പോയിട്ട് ആക്രമണം നടത്താം. ബൈറക്ടറിന്റെ കാര്യത്തിൽ അതൊരു 300 കിലോമീറ്റർ. അപ്പോൾ വലിയ വ്യത്യാസം ആ കാര്യത്തിൽ കാൽഭൈരവിന് ഉണ്ട്. കാൽഭൈരവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്വാമിങ് നടത്താൻ ശേഷിയുള്ള ആണ്. കാരണം ഒരു 5 ഇത്തരം ഡ്രോണുകൾ ഒരുമിച്ച് പോയിട്ട് അത് സ്വയം കോർഡിനേറ്റ് ചെയ്യും. ആദ്യം ഏത് പോകണം, അതിനൊരു ലീഡർ ഉണ്ടാവും. അതാണ് ഈ സ്വാമിങ് ടെക്നോളജി. ഒരു ഡ്രോൺ, ഇപ്പോൾ ഒരു 5 ഡ്രോൺ ഒരുമിച്ച് പോയാൽ അതിൽ ഒരെണ്ണമായിരിക്കും ലീഡർ. ഇപ്പൊ ആ ലീഡറിനെ മിസൈൽ വന്ന് തകർത്താൽ സ്വാഭാവികമായിട്ടും അടുത്ത വേറെണ്ണം ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടിയാണ്. TB2 ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം അല്ല. അത് കൂടുതലും ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്ന, അതായത് പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ മുന്നോട്ട് പോകാൻ സാറ്റലൈറ്റ് കൺട്രോൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് വഴിയും പറ്റും. പക്ഷേ എങ്കിലും AI ഒരു പിന്നെ ഉപയോഗം അതിലുണ്ടായിട്ടില്ല. അതിൻ്റെ സോഫ്റ്റ്വെയറുകൾക്ക് ആ പരിമിതിയുണ്ട്. ഇതാണ് പൊതുവിൽ TB2 ഇപ്പോഴത്തെ കാൽഭൈരവും തമ്മിൽ ഞാനൊന്ന് താരതമ്യപ്പെടുത്തിയത്. പക്ഷേ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ബൈറക്ടർ TB2 നിരവധി യുദ്ധങ്ങൾ പങ്കെടുത്ത് അതിന്റെ കഴിവ് തെളിയിച്ചാണ്. കാലഭൈരവ് ഇതുവരെ ഒറ്റ യുദ്ധത്തിലും ഉപയോഗിച്ചിട്ടില്ല. എനിവേ, വരുന്ന ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ സ്ഥിതിക്ക് തീർച്ചയായിട്ടും പല യുദ്ധങ്ങളിലും ഇതിപ്പോ കാംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരുപക്ഷെ തായ്ലൻഡ് ഇത് ഉപയോഗിക്കാം.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെച്ചങ്ങൾ ഈ മിസൈലിന് ഈ ഡ്രോണിനുണ്ട്. എന്തായാലും ശരി, ഇതൊരു വലിയ ചുവടുവെപ്പാണ്. ഇവരുടെ തുടക്കം എന്നുള്ള നിലയിൽ ഇവർ ഹെവിയർ ഡ്രോണുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിർമ്മിക്കും. ഈ കാലഭൈരവിൻ്റെ ഹെവിയർ വെർഷൻസ് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ആ കമ്പനി അങ്ങനെയാണ് ഇൻഫർമേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് ഈ വിഷയത്തിലൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. പ്രേക്ഷകർക്ക് കൂടുതൽ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.